സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് അനുഷ്ക ഷെട്ടി 3 ദിവസം മുമ്പ് ഇൻസ്റ്റയിലൊരു പോസ്റ്റ് ഇട്ടു. അവർ സോഷ്യൽ മീഡിയയിൽ നിന്ന് എക്സിറ്റ് അടിച്ചു. നീല വെളിച്ചത്തിൽ നിന്ന് മെഴുകുതിരി വെളിച്ചത്തിലേക്ക് കുറച്ച് കാലത്തേക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ജസ്റ്റ് ടു റീകണക്ട് വിത്ത് ദ വേൾഡ് ആൻഡ് വർക്ക് ബിയോണ്ട് ദ സ്ക്രോളിംഗ്. 2 ദിവസം മുമ്പ് മലയാള നടി ഐശ്വര്യലക്ഷ്മിയും സോഷ്യൽ മീഡിയയിൽ നിന്ന് എക്സിറ്റ് അടിച്ചു. അവർ പറഞ്ഞത്, സോഷ്യൽ മീഡിയയിൽ സാന്നിധ്യം ഇല്ലെങ്കിലും അറിവിലേക്ക് തള്ളപ്പെടുമെന്ന വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. എന്നെ സഹായിക്കാൻ വേണ്ടി പിന്തുടർന്ന സംഗതി എല്ലാ പരിധികളും കടന്ന് എന്നെ നിയന്ത്രിക്കുന്ന ഒന്നായി മാറി. അതെൻ്റെ ജോലിയെയും ഗവേഷണത്തെയും പൂർണ്ണമായും വഴിതിരിച്ചു വിട്ടു. എല്ലാ സ്വാഭാവിക ചിന്തകളും കവർന്നെടുത്തു. ഭാഷയും വാക്കുകളെയും ദോഷകരമായി ബാധിച്ചു. എൻ്റെ എല്ലാ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും ഇല്ലാതാക്കി. ഒരു സൂപ്പർ നെറ്റിൻ്റെ താല്പര്യങ്ങൾക്കായി പ്രവർത്തിക്കാനും എല്ലാവരും പോലെ ഒരച്ചിൽ എന്നെയും വാർത്തെടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐശ്വര്യ പറയുന്നതൊരു ബോൾഡായിട്ടുള്ള കാര്യമാണ്. ഒരു സൂപ്പർ നെറ്റ് എൻ്റെ ലൈഫിനെ വാർത്തെടുക്കണ്ട. ഇന്ന് ഗോസ്പലിൽ ഈശോ പറയുന്ന ചന്തസ്ഥലം ഉണ്ടല്ലോ, അത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ പിള്ളേരെ പോലെയാണ്. അവിടുത്തെ ലൈക്കും കമൻസൊക്കെ പിള്ളേർ കംപ്ലൈൻറ്റ് പറയുന്ന പോലെയാണ്. അവർ പറയുന്നതനുസരിച്ച് ജീവിതം ഉണ്ടാക്കാൻ പോകരുത്. ഈശോയുടെ കാലത്തെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ് ചന്തസ്ഥലത്തെ പിള്ളേരാ. നാട്ടുകാർ പലതരം കമൻസ് പറഞ്ഞു. അതനുസരിച്ചിട്ട് യോഹന്നാനും ഈശോയും ജീവിതം മാറ്റിയോ? ഇല്ല. യോഹന്നാൻ കാട്ടുവസ്ത്രവും കാട്ടുതനൊക്കെ കുടിച്ച് സന്യാസിയായിട്ട് തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി. ഈശോ ഫുഡ് അടിക്കും, വൈൻ കഴിക്കും, അങ്ങനെ പാർട്ടി മൂഡിലാണ് ലൈഫ് കൊണ്ടുപോയത്. സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടായി. അവിടെ ചന്തസ്ഥലത്തിരുന്ന് പിള്ളേർ കംപ്ലൈൻറ്റ് പറയുന്നവർ ഈശോയൊക്കെ തോന്നി, ആൾക്കാരുടെ ക്രിറ്റിസിസം ഒക്കെ. അങ്ങനെയാണ് അവരെടുത്തത്. സോഷ്യൽ മീഡിയയിലുള്ളവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാമോ? ഒന്നില്ലെങ്കിൽ അവിടെ പറയുന്ന കമൻസൊക്കെ എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവണം. ഇനി അത് താങ്ങാൻ പറ്റില്ലെങ്കിൽ നിങ്ങളിതൊന്ന് എക്സിറ്റ് അടിക്കണം.